ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ദിശ മലയാളി യൂട്യൂബ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഐബ്രോസ് നല്ല തിക്കായിട്ട് വളരാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല ഹോം റെമഡീസ് ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന കൊച്ചു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് കാസ്റ്റർ ഓയിൽ എടുത്തിട്ട് നമ്മുടെ ഈ ഐബ്രോസിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അങ്ങനെ തന്നെ കിടക്കുക. അപ്പോൾ ഇത് നിങ്ങൾ ഡെയിലി ഒരു 2 വീക്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ചേഞ്ച് കാണാനായിട്ട് പറ്റും. സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത്, ചെറിയ ഉള്ളിയില്ലേ അതെടുത്തിട്ട് ഒന്നുകിൽ അതിന്റെ ജ്യൂസ് എടുക്കുക, അല്ലെങ്കിൽ അതിങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് ഐബ്രോസിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് സമയമൊന്നും മസാജ് ചെയ്യണ്ട, ഒരുപാട് ബലം കൊടുത്തും മസാജ് ചെയ്യണ്ട, നമ്മുടെ ഉള്ളതും കൂടെ പൊഴിഞ്ഞു പോകും. അത് തന്നെ വളരെ സോഫ്റ്റായിട്ട് മസാജ് ചെയ്തിട്ട് അങ്ങനെ തന്നെ വെക്കുക. ഈ പറയുന്ന എല്ലാ റെമഡീസും കിടക്കുന്നതിന് തൊട്ട് മുന്നെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ചെറിയ ഉള്ളിയിൽ സൾഫർ കണ്ടന്റ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഐബ്രോസ് നല്ല തിക്കായിട്ട് വളരാനായിട്ട് വളരെയധികം നല്ലതാണ്. അപ്പൊ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അടുത്ത ഒരു റെമഡി എന്ന് പറയുന്നത്, 1 ടേബിൾ സ്പൂൺ കാസ്റ്റർ ഓയിലും ഒരു 1/2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും പിന്നെന്താണ് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ, ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് ഐബ്രോസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതും ഐബ്രോസ് തിക്കായിട്ട് വളരാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, അലോവേര ജെല്ലിലെ അത് ഫ്രഷ് അലോവേര തന്നെ എടുക്കുക. അത് നമ്മുടെ ഐബ്രോസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതും ഐബ്രോസ് തിക്കായിട്ട് വളരാനായിട്ട് വളരെയധികം നല്ലതാണ്. അപ്പം നിങ്ങൾ കുറേ പേര് ചോദിക്കുന്നുണ്ട്, അത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുമെന്ന്. ഒരിക്കലും ഇല്ല. അത് നമ്മുടെ ഇപ്പം ഹെയർ വരുന്ന ഭാഗങ്ങൾ, ഇപ്പൊ തലയും ഇതുപോലത്തെ ഐബ്രോസിലൊക്കെ അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ ഹെയർ ഗ്രോത്ത് ഉണ്ടാവൂ. അല്ലാതെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ഹെയർ ഗ്രോത്ത് കൂടുമോ അങ്ങനെ ഒന്നും ഉണ്ടാകില്ല. നമുക്ക് ഉള്ളത് തന്നെ ആയിരിക്കും, അതിൽ കൂടുതലൊന്നും ഉണ്ടാകില്ല. അടുത്ത ഒരു ടിപ്പ് എന്ന് പറയുന്നത്, നല്ല വെളിച്ചെണ്ണ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായിട്ട് തിളപ്പിക്കുക. എന്നിട്ട് അത് ഒരു ഡേ ഫുൾ അതുപോലെ വെച്ചിരിക്കുക. അടുത്ത ദിവസം നമ്മൾ ഈ കറിവേപ്പില അരിച്ച് മാറ്റുക. എന്നിട്ട് ആ ഓയിൽ ഐബ്രോസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക രാത്രി കിടക്കുന്നതിന് മുന്നേട്ട്. ഇത് നന്നായിട്ട് ഐബ്രോസ് തിക്കായിട്ട് വളരാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മളിപ്പോൾ ഫേസ് സ്ക്രബ് ചെയ്യില്ലേ, ആ സമയത്ത് ഈ ഐബ്രോസ് കൂടെ വളരെ ജെന്റിലായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അത് നല്ലതാണ്. നമ്മുടെ ആ ഒരു ഹെയർ ഫോളിക്കിൾസ് ഒക്കെ ഒന്ന് ഓപ്പൺ ആയി എന്തെങ്കിലും അഴുക്കോ എന്തെങ്കിലും പൊടിയോ ഒക്കെ കയറി ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഐബ്രോസിൽ മാത്രമായിട്ട് സ്ക്രബ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ഫേസിൽ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് ഇങ്ങോട്ടേക്കും കൂടെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഫേസ് മസാജ് ചെയ്യുന്ന സമയത്ത് ഐബ്രോസിലും ഒന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അടുത്ത ഒരു ടിപ്പ് എന്ന് പറയുന്നത്, വെളുത്തുള്ളി ഉണ്ടല്ലോ, ഇപ്പൊ വെളുത്തുള്ളി എടുത്തിട്ട് ജസ്റ്റ് അത് നെടുകെ ഒന്ന് മുറിക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് ഐബ്രോസിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നതും ഐബ്രോസ് നല്ല തിക്കായിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്ത ഒരു ടിപ്പ് എന്ന് പറയുന്നത്, ഈ പേരയുടെ ഇലയുണ്ടല്ലോ, നല്ല കിളുന്ന ഇല, അപ്പൊ അതെടുത്തിട്ട് നന്നായിട്ട് അരച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് അരച്ചെടുത്തിട്ട് അത് നമ്മുടെ ഈ ഐബ്രോസിലേക്ക് ഒരു പാക്ക് പോലെ അങ്ങോട്ടേക്ക് ഇട്ട് വെക്കുക. ഒരു 20 മിനിറ്റ് ഇട്ട് വെക്കുക. അപ്പൊ ഇത് നിങ്ങൾ ഡെയിലി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഐബ്രോസ് വളരാനായിട്ട് നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ കൊടുക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.